റോബിൻ ചേട്ടൻ അമ്മയുടെ വലം കൈയാണ്. അമ്മയ്ക്ക് ഒറ്റ കൊടുത്തു. സ്പീച്ച് പ്രിപ്പയർ ചെയ്യണം. പുറത്താക്കിക്കോ മതി. കുറുമ്പ് നാച്ചുറൽ ആയിട്ട് സാധനങ്ങൾ ഇടും. അതെ, ഒരിക്കലും ട്രോളില്ല. അത് പറയട്ടെ, നല്ല ഹാപ്പിയാ. കിട്ടി. റെഡിയാണോ? ഓക്കെ. ഇന്ന് August 15 ആണ്. ഇന്ന് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലാതെ നമ്മുടെ ആരതി പൊടി സ്റ്റാർട്ട് ചെയ്ത പൊടീസിന്റെ 6th ആനിവേഴ്സറി ആണ്. 6 വർഷത്തെ ജേർണി അല്ലേ? ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് ഡെഡിക്കേഷനും സാക്രിഫൈസിന്റെയും കഥയാണ് ആരതി പൊടിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞൊരു 2.5-3 വർഷമായിട്ട് ഞാനും ഇതെല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ആദ്യമേ തന്നെ ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എൻ്റെ ഫാമിലി, അമ്മ, അച്ഛൻ, ചേച്ചി, റോബിൻ ചേട്ടൻ. ആരതി പൊടിയുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള പൊടീസ് വേഴ്സസ് പൊടീസ് അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 4ാമത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. സോ അപ്പം എല്ലാവരും എന്താ പറയുക, വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ നല്ല മൊമെന്റ്സ് എല്ലാം ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാണണം. എൻ്റെ പാരൻസ് ഓരോന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓൺ വോയിസ് സംസാരിക്കാൻ കുറച്ച് മടിയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി കോളേജ് ലെക്ചർ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മടി. അമ്മ ഒരു 2 വാക്ക് സംസാരിക്കും പ്ലീസ്. എന്റെ മോളുടെ വലിയൊരു സ്വപ്നമായിരുന്നു എറണാകുളത്ത് ഇങ്ങനെ. അയ്യോ, ഞാൻ പോയിട്ട് വരാം. 6 വർഷം വരെ എത്തിയല്ലോ. എന്റെ മോളുടെ ഈ വിജയത്തില് വളരെയധികം അഭിമാനിക്കുന്നു. അടിപൊളിയായിട്ട് സംസാരിച്ചു. ഇനി എന്റെ സിസ്റ്ററിനാണ് കുറച്ചും കൂടി എന്നെ കുറിച്ച് നല്ല സക്സസ് ആയിട്ടുള്ള യാത്രക്ക് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ റോബിൻ ചേട്ടനും എന്റെ ചേച്ചിയാണ് ഭയങ്കര കൂട്ടട്ടെ. എന്നെ കാണും റോബിൻ ചേട്ടൻ കൂട്ട എന്റെ ചേച്ചിയായിട്ടാണ്. ഒന്നുമില്ല, കഴിക്കുന്നതിൽ മാത്രമാണ് അല്ലട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫുഡിയാണ്. അപ്പൊ ഭക്ഷണ പ്രിയർ എപ്പോഴും ഭയങ്കര കൂട്ടുകാരായിരിക്കും. അത് മാത്രല്ല, ഇവര് ഭയങ്കര ചങ്ക്സ് ആണ്, ഭയങ്കര കൂട്ടാണ്. എന്നെ എപ്പോഴും ഒറ്റപ്പെടുത്തും ഗൈസ് ഇവർ രണ്ടുപേരും. പിന്നെ അച്ഛനാണ് എൻ്റെ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ. അത് ഞാൻ എവിടെ എനിക്ക് പറയാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ പേടിച്ചിട്ടാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഓടിപ്പോകാറുള്ളത്. അപ്പോൾ ഇതുവരെ അച്ഛനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു എപ്പിസോഡിൽ കാണിക്കാം. പിന്നെ അമ്മ, അതുപോലെ ചേച്ചി, അതുപോലെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ റോബിൻ ചേട്ടൻ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് താങ്ക് യു സോ മച്ച്. റോബിൻ ചേട്ടനും ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാണ്. ഇതിന്റെ 100 അല്ല 200% ക്രെഡിറ്റും ആരതി പൊടിക്കും. പിന്നെ ഞാൻ കാണുന്നുണ്ട് അച്ഛൻ നന്നായിട്ട് പൊടിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ, എല്ലാ ഫാമിലി ഫുള്ളി ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എന്താ പറയാ, ഈ ഒരു പൊടീസിന്റെ വിജയത്തിന്റെ പിറകില് ഒരുപാട് പേരുടെ എന്താ പറയാ, അത് നെക്സ്റ്റ് സെക്ഷൻ ഇപ്പൊ കാണിക്കാം. പിന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സും അതുപോലെ കുറേ ആൾക്കാരുണ്ട്, എൻ്റെ വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവരാരും നമുക്ക് ഇതിപ്പോൾ ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ട് ചെയ്യാന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുറേ പേരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ചേച്ചി വായോ, എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയുള്ള ഒരു ചേച്ചിയാണ്. ഇത് ചേച്ചി എല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും സോഷ്യൽ മീഡിയ കണ്ട അപ്പൊ എല്ലാവരും മൗനമാവണൊരു ഇതാണ്. ട്രിവാൻഡ്രംകാരിയാണ്, എൻ്റെ നാട്ടുകാരിയാണ്, കുവൈറ്റിലാണ് സെറ്റിൽഡ്, 2 മക്കളുണ്ട്. It's a proud moment to be here with you. Thank you. പിന്നെ ഇനിയും ഒരുപാട് വർഷങ്ങൾക്കും ഇതിലും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വരാനുള്ള എല്ലാ ഫ്രണ്ട്സും. താങ്ക് യു സോ മച്ച്. എൻ്റെ കുറേ കസിൻസ് ഉണ്ട്, എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ആർക്കും കൂടെ എത്താൻ പറ്റിയിട്ടില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കുറച്ച് ആൾക്കാർ ഇതുപോലെ വന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന വീഡിയോസിൽ കുറേ ആൾക്കാരെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം. ഇനി എൻ്റെ കുട്ടികളെല്ലാവരും വരും. ഇതാണ്, അതെ,
എൻ്റെ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പൊടീസിൻ്റെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ ഡിസൈനിങ് ഫീൽഡിൽ പർച്ചേസിങ് ആണെങ്കിലും ഡൈയിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കുള്ളൊരു ജേണിയായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറയാറുണ്ടായിരുന്നു കുറച്ച് ഡിസൈനേഴ്സിനെ വെച്ചുകൂടെ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാഫിനെ വെച്ചിട്ട് നമ്മുടെ ടെൻഷൻ കുറച്ച് കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ എനിക്കത് ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. കാരണം എനിക്കെല്ലാം ഡയറക്റ്റ് ഞാൻ ചെയ്യണം. പർച്ചേസിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഡൈയിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും കസ്റ്റമർ ഡീലിംഗ് ആണെങ്കിലും സ്റ്റാഫിൻ്റെ ഡീലിംഗ് ആണെങ്കിലും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു അലീഷ എന്ന് പറഞ്ഞൊരു ഡിസൈനറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി നല്ലൊരു കൊച്ചായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ആളുകളാണുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടെൻഷനും ഇപ്പോൾ ഞാൻ റിലാക്സ്ഡ് ആണ് ആക്ച്വലി. കാരണം ഇവരാണ് അതിൻ്റെ പുറകിലുള്ള ആൾക്കാർ. എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഭയങ്കര ഇവർ വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി. കുറേ കാര്യങ്ങൾ ഇവർ ഏറ്റെടുത്തു എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പറഞ്ഞോളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസം ആവാനായിട്ടുള്ളൂ. ഞാൻ തികച്ചും ഇവിടുത്തെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിന് വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലിലാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ പൊടിച്ചേച്ചിയുടെ കുറച്ച് പൊടിക്കൈകൾ ഇവിടെ ഉണ്ട്. കാരണം എൻ്റെ ബ്രൈഡ് എങ്ങനെ ഒരുങ്ങണം, മറ്റുള്ളവർ മുൻപിൽ എങ്ങനെ കാണണമെന്ന് പൊടിച്ചേച്ചിൻ്റെതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. അതായത് ഓരോ നമ്മളെ ബ്രൈഡലിൻ്റെ ഡ്രസ്സിൻ്റെ വർക്കിലും ആ ഒരു ലൈറ്റിങ്ങിൽ എങ്ങനെ നമ്മുടെ ബ്രൈഡ് വെട്ടിത്തിളങ്ങണം, അപ്പം അതൊക്കെ ഭയങ്കര ചൂസി ആയിട്ടാണ് പൊടിച്ചേച്ചി സെലക്ട് ചെയ്യുന്നത്. ശരിക്കും അതാണ് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ ഒരു 1 month ആയിട്ട് അത് മാത്രമേ ഉള്ളൂ. അതല്ല 1 month ആയിട്ടുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. എന്റെ ഒരു രീതിയിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്, എന്റെ രീതി ഭയങ്കര വെറൈറ്റിയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്നൊരു എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ പറയാനുള്ളത് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഞങ്ങളോട്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും ഒരു സെലിബ്രിറ്റികൾ നമ്മളോട് ഇത്രയും നന്നായിട്ട് പെരുമാറും. അങ്ങനെയല്ല, അത്രയും ഞങ്ങളൊരു സ്റ്റാഫ് എന്നുള്ള ഉപരി ഞങ്ങൾ മൊത്തം ഒരു സിസ്റ്റേഴ്സ് എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങളെ കണ്ടുപോകുന്നത്. പിന്നെ സക്സസ്സിൽ എത്തിയിട്ടുണ്ട് മാം. ഇപ്പം സക്സസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു കാര്യമൊന്നുമല്ല, ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ മാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലായിട്ട് തുടങ്ങണമെന്നാണ് സത്യം പറയാം. ഇപ്പൊ എനിക്ക് ഞാൻ പൊടിച്ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങണം എന്നുള്ള രീതിയിൽ. അടുത്തതായി എന്റെ മെയിൻ ആള് വരൂ. അതെ 2-3 കാര്യം വഴി മാറും. ഇതാണ് എൻ്റെ നവമി. അതായത് ചില കസ്റ്റമേഴ്സിന് എന്നെ ചെറിയ രീതിയിൽ പേടി കുറവുണ്ടോ? ഇല്ലാട്ടോ, എല്ലാ ക്ലയൻസും നല്ലതാണ്. പക്ഷെ എനിക്ക് ചില കാര്യങ്ങളിൽ ഇങ്ങനെ നോ പറയാനും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കൺവിൻസിങ് ആയി പോവാറുണ്ട്. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ അത് നടക്കൂല. കാരണം അത്രയും സോഫ്റ്റ് ഹാർട്ടായിട്ട് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ഞാൻ ഇറക്കുന്ന ആളാണ് ഇപ്പോൾ നവമീനെ കണ്ട എല്ലാവർക്കും ഒരു പേടിയുണ്ട്. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ നവമീനെ ഞാൻ ഇറക്കി വിടും. നവമീനെ കണ്ടാൽ എന്തായാലും പേടിയാവില്ല. പക്ഷെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ്. അതെ, നവമി ഇടപെട്ട കുറേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡീലും. ഇവരെല്ലാവരും അങ്ങനെ തന്നെ. പക്ഷെ നവമി എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാളും കുറച്ചുകൂടി കുറച്ചുകൂടി മുന്നേ എൻ്റെ അടുത്ത് എത്തിയ ആളാണ്. അപ്പോൾ എനിക്ക് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവരൊക്കെ ഭയങ്കര കാര്യമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡായിട്ടും കൊണ്ട് നടക്കാറുണ്ട്. ഇപ്പോൾ രാത്രിയിലൊക്കെ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് പോകാറുള്ളത്. അപ്പോൾ അച്ഛൻ താഴെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചില സമയത്ത് പർച്ചേസ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇറങ്ങുക. ഇപ്പം നവമീനെ ഞാൻ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നവമി രാത്രികളിലൊക്കെ അതും ടൈമൊന്നുമില്ല, എപ്പോഴൊക്കെയോ അല്ലേ, നമുക്ക് എപ്പോഴാണോ ഒരു ദിവസം ഫുൾ നൈറ്റൊക്കെ ഞങ്ങളിവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ടൈമിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ആളുടെ താമസം ഇവിടെ കാരണം കൊണ്ട് അല്ലേ എനിക്കും അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇനി ഇത്ര ടൈം വരെ നിൽക്കും അങ്ങനെയൊന്നും ഇല്ല ആൾക്ക്. എൻ്റെ ഒരു ചെറിയൊരു കൂട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം റെഡിയാവാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും നടക്കാൻ ഒരു മടിയുമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ 6th ആനിവേഴ്സറിയിൽ എനിക്ക് ഇവരെ കുറിച്ച് 2 വാക്ക് പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഡിസൈനേഴ്സാണ് 1, 2, 3, 4 പേര്. ഇനി ഇതിൻ്റെ മുകളിൽ കുറേ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് നമ്മുടെ സ്റ്റാഫ്, ഹാൻഡ് വർക്ക് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അതേപോലെ പനമ്പള്ളിയിലുണ്ട്. അവരെല്ലാവരും കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഷൂട്ടിങ്. നവമി 2 വാക്ക് പറഞ്ഞേ പറ്റൂ.
ആ സൗണ്ട് ഇവർക്ക് എല്ലാവർക്കും കേൾക്കണം. കണ്ണ് നിറഞ്ഞു. വേറൊരു കാര്യം പറയാം, റോബിൻ ചേട്ടൻ്റെ ഭയങ്കര ഫാൻ കേട്ടോ നവമി. റോബിൻ ചേട്ടൻ വാ. ഇത്രയും പെൺതരികളുടെ ഇടയിൽ ഒരേ ഒരു ആൺതരി അവിടെ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നവമി കാര്യങ്ങൾ കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഡീൽ ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സായിട്ട്. പിന്നെ പ്രധാനമായിട്ടും കസ്റ്റമേഴ്സിനെ കുറിച്ച് 2 വാക്ക് ഈ ഒരു 6 വർഷത്തെ ജേണിയിൽ. കസ്റ്റമേഴ്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, എനിക്ക് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ടൈം കസ്റ്റമേഴ്സ് അല്ല എനിക്കുള്ളത്. ഒരു വട്ടം നമ്മളായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള എല്ലാവരും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. എൻ്റെ ചേച്ചി എന്തോടെ നിന്ന് കാണിക്കണം. അപ്പോൾ കസ്റ്റമേഴ്സ് സത്യം പറഞ്ഞാൽ റോബിൻ ചേട്ടൻ തന്നെ വിചാരിക്കാറുണ്ട് ഇത് നിനക്ക് എത്ര നാളായിട്ട് ഇവരെ അറിയാം എന്നൊക്കെ ചോദിക്കും. കാരണം പൊടി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ് ഞാൻ കണ്ടുവരുന്നതിലാണ്. കാരണം എല്ലാ കസ്റ്റമേഴ്സിനെയും ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുക. കാരണം അവർക്ക് കിട്ടുന്ന ആ ഒരു കിക്ക് എന്ന് പറയുന്നത് അവൾ ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു എന്താ പറയുക, ഐ മീൻ കോസ്റ്റ്യൂം അവരിലേക്ക് എത്തിച്ചതിന് ശേഷം അവരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് എന്തായിരിക്കും ചേട്ടാ പറയുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അത് കിട്ടുമ്പം നല്ലതാണെന്ന് പറയുന്ന കേൾക്കുമ്പോൾ അതും നല്ല രീതിയിലുള്ള എന്താ പറയുക ഐ മീൻ ഫീഡ്ബാക്ക് പറയുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതുമാത്രമല്ല എന്താ പറയുക, ഏതൊരു ബിസിനസ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരു അറിവിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സും പൊടിയുടെ അടുത്ത് ഭയങ്കര നല്ല രീതിയിൽ ഭയങ്കര ഹാപ്പിയായിട്ട് ഒരു ഫാമിലി കണക്കാണ് ഇടപെടുന്നതും കാര്യങ്ങളെല്ലാം. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കാരണം കൊണ്ട് എല്ലാ കല്യാണത്തിനും കസ്റ്റമേഴ്സ് വിളിക്കും, ഞാൻ എല്ലാ കല്യാണത്തിനും പോകും. ഇതില് ഹാൻഡ് വർക്ക് ചെയ്യുന്ന പുറത്തുനിന്നുള്ള നമ്മുടെ വർക്കേഴ്സ് ആണെങ്കിലും പിന്നെ ഇതിൽ കൊറിയർ കൊണ്ടുപോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എന്താ പറയാ അക്ഷയ് സിബി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ പൊടീസിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ അരുൺ ബ്രോ. എനിക്ക് ഇനി ഈ ക്യാമറ ഒന്ന് ഇങ്ങനെ തിരിച്ച് എനിക്ക് നിങ്ങൾ രണ്ടുപേരെ കാണിക്കായിരുന്നു പറ്റില്ല. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറേ ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ എല്ലാവരെയായിട്ടും സ്റ്റാർട്ടിങ് ടൈമിൽ ഫോട്ടോ എടുക്കാൻ എന്നൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അരുൺ ചേട്ടനും ബെൻ ചേട്ടനാണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് മണ്ടത്തരം വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും ഇവരെ ശല്യപ്പെടുത്താം, ഇവർ എന്നെ സഹിച്ച് നിന്നോളും. അത് കാരണം കൊണ്ട് എനിക്ക് എപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 2017 തൊട്ടിട്ട്, അതായത് ഞാൻ കൊച്ചിയിൽ വരുന്നത് 2017 നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഡാലു സാറിൻ്റെ ഫാഷൻ ഷോയുടെ അന്ന് മഡോണ ചേച്ചിയുടെ കൂടെ റാമ്പിൽ നടക്കുമ്പോൾ ഇവരെനിക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തു തന്നു. അന്ന് ഞാൻ ഇവരെ പിടിച്ചതാണ്, ഇതുവരെ ആയിട്ട് ഞാൻ വിട്ടിട്ടില്ല. ഇപ്പോൾ 2017, 18, 19, 20, 21, 22, 23, 24 8 വർഷമായിട്ട് എനിക്ക്, അതായത് ഈ കൊച്ചിയിൽ ഞാൻ വന്നപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഇവരെ അറിയാം. ഇവരാണ് എൻ്റെ എല്ലാ കോസ്റ്റ്യൂംസിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു തരാറുള്ളത്. എപ്പോൾ വിളിച്ചാലും ഇവർ ഓടി വരും. നമ്മളൊരു ഫാമിലി പോലെ തന്നെ എൻ്റെ ഫാമിലി ആയിട്ട് ഇവർ ഭയങ്കര കണക്റ്റഡ് ആണ്. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഒരാളായിട്ട് ക്ലോസ് ആയാൽ അപ്പം ഞാൻ എൻ്റെ ഫാമിലിയായിട്ടും കണക്ട് ചെയ്യും. കാരണം എനിക്ക് ഇവരെൻ്റെ ലൈഫ് ലോങ് ആയിട്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള വളരെ ചുരുക്കം വെച്ചാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ ചില ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും. അവരെൻ്റെ ഫാമിലിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഇവരെൻ്റെ ഫാമിലിയാണ്, എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ ഇവരെല്ലാവരും വേണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, കുറേ ആൾക്കാരല്ല എന്നെ അറിയണ ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്, ചേച്ചിനെ എവിടെയും കാണിച്ചിട്ടില്ലല്ലോ, ചേച്ചിനെ എവിടെയും സംസാരിച്ചിട്ടില്ലല്ലോ, എന്താ ചേച്ചിനെ കാണിക്കാത്ത? അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളങ്ങനെ അധികം അങ്ങനെ സംസാരിക്കണ കൂട്ടത്തിലാണ്. പക്ഷേ അവൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒത്തിരി വരാൻ ആഗ്രഹമില്ലാത്ത ഒരു ചെറിയ കൂട്ടത്തിലുള്ള ആളാണ്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരിപ്പിക്കാത്തതല്ല. കോളേജിൽ പഠിപ്പിക്കുന്ന ടൈമിൽ മലർ മിസ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചെറുപ്പം തൊട്ടിട്ട് എന്താ പറയാ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യണത് സിസ്റ്ററാണ്. നല്ലതാണെങ്കിൽ അവൾ അത്രയും നല്ലതാണെങ്കിൽ മാത്രമേ അവൾ നന്നായി എന്നുള്ള രീതിയിൽ പറയുള്ളൂ. അല്ലാത്ത കാര്യത്തിലൊക്കെ ഇവൾ എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവൾക്ക് ഏറ്റവും അത്ഭുതമുള്ള കാര്യം, ഇപ്പം നമ്മൾ കസിൻസ് എല്ലാവരും കൂട്ടത്തിലിരിക്കുന്ന സമയത്ത് ഞാനായിരിക്കും ഇപ്പോൾ ഡാൻസ് കളിക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര മടിച്ചു നിൽക്കണ ഒരാൾ. 2019 അപ്പോൾ 2019 പൊടി ഇതുപോലൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ സമയത്ത് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു. കാരണം വീട്ടിൽ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു കാര്യം ഏൽപ്പിച്ചാലും അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത, നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഡാൻസ് കളിക്കുകയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് ഇവൾ ഭയങ്കര ചമ്മലാണ്. സ്റ്റേജിലൊരു സൈഡിലിരുന്ന് ഇങ്ങനെ കൈകൊട്ടോ മാത്രമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതെ, ആ ചമ്മലായിട്ടുള്ള കുട്ടി 2 തെലുങ്ക് പടവും 1 തമിഴ് പടവും 1 മലയാള പടവും അഭിനയിച്ചു. ഇനി അടുത്ത മലയാള പടം അഭിനയിക്കാനും പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടെൻഷനാണ്.
നടക്കുമോ, അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. അമ്മയ്ക്ക് വരെ ഭയങ്കര ടെൻഷനായിരുന്നു എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നടക്കുമോ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്നാലും നമുക്കൊരു വിശ്വാസമുണ്ട്, ചെയ്യുമായിരിക്കും, നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ നമ്മളിവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഈ 6 വർഷത്തെ ജേർണി എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര അമേസിങ് ആണ്. കാരണം അതിനിടയിൽ ഒരുപാട് ഉയർച്ചകളുണ്ടായി, ഒരുപാട് മൂപ്പര് ടെൻസ്ഡായി ഭയങ്കരമായിട്ട് എന്താ ചെയ്യാന്ന് ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് രാത്രിയിലുണ്ട്. പക്ഷെ അതെല്ലാം പൊടി ഹാൻഡിൽ ചെയ്ത രീതി ഞങ്ങൾ അതിശയിപ്പിക്കുന്നതായിരുന്നു. അതായത് പൊടിക്ക് ഇത്രയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണറായിട്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. നിതീഷ് ഏട്ടൻ്റെ സാന്നിധ്യം എൻ്റെ ഇവിടെ ആക്ച്വലി. അപ്പോൾ എൻ്റെ പേരിലും പൊടിക്കെല്ലാ എന്താ പറയുക ആശംസകളും അറിയിക്കുകയാണ്. ഇത് എൻ്റെ ലൂക്ക. ഇത് എല്ലാ രാത്രികളിലും ഓവർ ടൈമിൽ എൻ്റെ തുണക്കിരിക്കുന്ന ഒരാളാണ്. ഇവൻ അല്ലേ റോബിൻ ചേട്ടൻ? ഇത് റോബിൻ ചേട്ടൻ്റെ അളിയനാണ്. റോബിൻ ചേട്ടനെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ലൂക്കയുടെ അടുത്ത്. പണ്ട് അത്രയും അങ്ങോട്ട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. നിധി ചേട്ടനെ പോലെ ഒരു ചേട്ടനെ കിട്ടിയത് ഭയങ്കര ലക്കായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നോർമലി എല്ലാവർക്കും കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് വരെ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ കല്യാണം കഴിയുമ്പോൾ ഗ്രാജുവലി ഇങ്ങനെ ആ ഒരു സ്നേഹം കുറഞ്ഞ് വരേണ്ടതാണ് ഞാൻ കാണാറുണ്ട്. അതല്ല, ക്യാരക്ടർ വൈസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എന്താന്ന് വെച്ചാൽ, പക്ഷെ ആള് കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് ഓരോ വർഷം കൂടും തോറും സ്നേഹം കൂടി വരിക എന്നുള്ളൊരു സംഭവമാണ് കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് എന്തായാലും ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. അപ്പോൾ അവള് ഭയങ്കര ഹാപ്പിയാണ് ആളുടെ കൂടെ. ഒരു കാര്യം കൂടെ, ഇതില് പൊടിയുടെ അച്ഛനും അമ്മയും ഈക്വലി നല്ല രീതിയിൽ പൊടീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പൊടീന് ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും ഫുഡ് ഡെയിലി വാരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പൊടീനെ അത്രയും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സ്നേഹം അവളുടെ അടുത്താണ് കൂടുതലെങ്കിലും അച്ഛനമ്മയ്ക്കും കൂടുതൽ അതെ. അല്ല, അത് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അമ്മ ഞാനും പറയും ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക, സത്യം പറയുകയാണെങ്കിൽ റോബിൻ ചേട്ടൻ്റെ അച്ഛനമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം റോബിൻ ചേട്ടനാണ്. പക്ഷെ റോബിൻ ചേട്ടനെ കുശുമ്പാണ്, അനിയത്തിയോടാണ് സ്നേഹം വേണ്ടത്. അതേപോലെ എൻ്റെ അച്ഛനമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഞാൻ പറയും ചേച്ചിയോടാണ് കൂടുതൽ സ്നേഹം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയും നമുക്ക് ആരുമില്ല, നമ്മൾ അനാഥരാണ്, നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇരുന്ന് പറയും. അമ്മയ്ക്ക് ചേച്ചി കഴിഞ്ഞിട്ടുള്ളൂ എന്നും. അതാണ് അപ്പൊ എൻ്റെ ചേച്ചിയുടെ കാര്യങ്ങൾ, ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ കുട്ടി ഇതാ ഇവിടെ തന്നെ ഉണ്ട്. അതിവിടെ എവിടേക്കോ അതായിട്ട് നടക്കുന്നുണ്ട്. റോബിൻ ചേട്ടന്റെ കാര്യം പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. 2 വാക്കുകൾ ഒതുക്കുക. ഉള്ളിലെ ഒരു 10 വാക്ക് ഇല്ല. അതായത് റോബിൻ ചേട്ടൻ വന്ന കാരണം കൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കുറേ കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതും അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ആളുകളിലോട്ടേക്ക് എത്താൻ പറ്റിയതും. അതൊരു റിയാലിറ്റിയാണ്. അതിൽ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും. പിന്നെ എന്താണ്, ഇനി റോബിൻ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കുറേ പേര് എൻ്റെ യൂട്യൂബിൽ റോബിൻ ചേട്ടനെ കണ്ടില്ല പറഞ്ഞിട്ട് ചില ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ കണ്ടോളൂ, റോബിൻ ചേട്ടൻ വന്നിരിക്കുകയാണ്. റോബിൻ ചേട്ടൻ ആദ്യമായിട്ട് വരുന്ന എപ്പിസോഡാണിത്. ഇത് എൻ്റെ പേരൻസ് ആണ്. ഇതിലിപ്പോൾ ആദ്യം ഞാൻ പറയേണ്ടത് എൻ്റെ ഫാദറിനെ കുറിച്ചിട്ടാണ്. എനിക്ക് ഈ ഒരു സ്പാർക്ക് എവിടുന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛനെ പ്രൗഡാക്കണം എന്നുള്ളൊരു ഡിസിഷൻ എന്നാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഭയങ്കര പേഴ്സണലാണ്. അത് വേറൊരു സാഹചര്യത്തിൽ ഞാനത് എന്തായാലും ഓപ്പൺ അപ്പ് ആവും. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും പ്രൗഡാക്കണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാൾ എന്താ പറയുക സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം എന്നുള്ള വിചാരത്തിൽ നിന്നാണ് ഞാൻ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അച്ഛൻ അബ്രോഡായിരുന്നു. അച്ഛൻ സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഞാനായിട്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അമ്മ ശരിക്കും ഒരു നാട്ടുംപുറത്തുകാരിയുടെ ആയിട്ടുള്ളൊരു അമ്മമാരുടെ എല്ലാവിധ ടെൻഷനും കാര്യങ്ങളും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണ് എൻ്റെ അടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആക്കി എടുത്തിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങിയത്. അമ്മ സപ്പോർട്ടല്ലാഞ്ഞിട്ടല്ല, അമ്മയ്ക്ക് ടെൻഷനായിരുന്നു. അമ്മയുടെ മൈൻഡിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അച്ഛനെ പോലെ ഒന്നെങ്കിൽ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ചേച്ചിനെ ഡോക്ടർ ആക്കണം, ഇതൊക്കെയായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾക്ക്
രണ്ടുപേർക്കും അങ്ങനത്തെ ഒരു ടേസ്റ്റേ ആയിരുന്നില്ല. പക്ഷെ രണ്ടുപേരും എടുത്ത ആ ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ട് വന്നപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലായതിനു ശേഷം അമ്മയും ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ടാണ്. അച്ഛൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ ലൈഫിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ സമ്മതിച്ച് തന്നിട്ടുണ്ട്. അതായത് ഞങ്ങളോടുള്ള ഇഷ്ടം കാരണം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സമ്മതിച്ച് തന്ന കാര്യങ്ങളുണ്ട്. അച്ഛനെ കൊണ്ട് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. അതിലൊരു കാര്യമാണ് ഞാൻ മൂവി ചെയ്ത കാര്യം. ബിസിനസ് ചെയ്യുന്ന സമയത്ത് അച്ഛനെ കുറച്ചും കൂടിയും ഓക്കെ ആയിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്താവും എന്നുള്ളത് ആലോചിച്ചിട്ട്. മൂവി ചെയ്യുന്ന സമയത്ത് അച്ഛന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ ക്യാൻസലാക്കി വന്ന സമയത്തായിരുന്നു എനിക്ക് ആ ഓഫേഴ്സ് വന്നത്. അത് കാരണം കൊണ്ട് ഹൈദരാബാദും ചെന്നൈയിലൊക്കെ ഷൂട്ടുള്ള സമയത്ത് ഞാനും അച്ഛനും എപ്പോഴും ഒരുമിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു അത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞൊരു വിജയനും ദാസനും പോലെയായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ യാത്ര. സാധാരണ അമ്മമാരെ കൊണ്ടിട്ടായിരിക്കും പെൺമക്കൾ നടക്കാതെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയായിരുന്നു പോയിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു റൂമായിരുന്നു. എന്ന് രാത്രി ഞാൻ ഡയലോഗ്സ് പഠിച്ചത്, അതും അറിയാത്ത ഭാഷ. മലയാളത്തിൽ പോലും എനിക്ക് അഭിനയിക്കാൻ വലിയ കഴിവൊന്നുമില്ല. അറിയാത്ത ഭാഷയിൽ പോയിട്ട് ഞാൻ ഇന്ന് രാത്രി ഉറക്കൊളച്ചിട്ട് ഡയലോഗ്സൊക്കെ ബൈഹാർട്ട് ചെയ്യുന്ന സമയത്ത് അച്ഛനാണ് പേപ്പറിൽ എനിക്ക് എന്ത് ചെയ്യാറ്, മംഗ്ലീഷിൽ എഴുതി തരാറുള്ളത്. തെലുങ്ക് ലാംഗ്വേജ് ആണെങ്കിലും തമിഴ് ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ അച്ഛനാണ് എഴുതി തരാറുള്ളത്. അന്ന് രാത്രി മൊത്തം ഞാൻ ഉറങ്ങാണ്ടിരുന്ന് പഠിക്കുമ്പോൾ അച്ഛനാണ് ഇത് കണ്ടുകൊണ്ടിരുന്നിരുന്ന ആൾ. അപ്പോൾ ഞാൻ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ എന്നുള്ളത് ലൈവായിട്ട് കണ്ട ഒരാളാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ ദുബായിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അച്ഛൻ ദുബായിൽ നിന്ന് ക്യാൻസലാക്കി വന്നതിന് ശേഷം എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛനും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒരു 2 മിനിറ്റ് വീഡിയോ എനിക്ക് പറയാൻ പറ്റില്ല, അത് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെയുള്ള ഒരു ജേർണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങളും എല്ലാത്തിനും ഞാൻ മാക്സിമം കൂട്ടിപ്പിടിച്ച് നല്ല രീതിയിലായിട്ടുള്ളൊരു വഴിയിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിപ്പം മോശം നടന്നു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷമിച്ചിരിക്കാനായിട്ട് ഇരുന്നിട്ടില്ല. എന്തെൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെ മാക്സിമം ഞാൻ പോസിറ്റീവ് ആക്കിയിട്ട് എൻ്റെ ട്രാക്കിലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. കുറേ സമയം എടുത്തിട്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ ഞാൻ ട്രാക്കിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ അച്ഛനമ്മേനെ കുറിച്ച് പറയാറ്. പിന്നെ അമ്മേനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ റോബിൻ ചേട്ടൻ പറഞ്ഞ പോലെ അമ്മ തന്നെയാണ് എനിക്ക് ഈ വയസ്സിലും പിടിച്ചു തരാറുള്ളത്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അമ്മയാണ് എനിക്ക് കുത്തി കയറ്റിയിട്ട് പിടിച്ചു തരാറുള്ളത്. അമ്മ തന്നാൽ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കും. അത് കാരണം റോബിൻ ചേട്ടൻ തന്നെ വന്നിട്ട് പറയും, ഇതെന്ത് ഇത്രയും വയസ്സായിട്ട് അമ്മ വാരി തരണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അമ്മയാണ് എനിക്ക് ഈ വയസ്സിലും ഫുഡ് വാരി തരാറുള്ളത്. പിന്നെ അങ്ങനെ ഞാൻ ബ്ലെസ്ഡ് ആണ്. നല്ലൊരു ഫാമിലി, നല്ല ഫ്രണ്ട് സർക്കിള്, നല്ല കസിൻസ്, എൻ്റെ ലൂക്ക, എല്ലാവരുമായിട്ട് നല്ല. അതിൻ്റെ അർത്ഥം എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഒരു സ്ട്രഗിളും ഇല്ല, അല്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാം അങ്ങനെയല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള സ്ട്രഗിളുകൾ ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച കാര്യങ്ങൾ വരെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, എൻ്റെ സിസ്റ്റർ പറഞ്ഞ പോലെ ഇനി മുന്നോട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് സ്റ്റക്കായി നിന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് വരെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ ആ ടെൻഷൻസ് കാണിക്കുക അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു നിസ്സഹായാവസ്ഥയിൽ ഞാൻ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നിന്നിട്ടില്ല. സംഭവം ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര, കാരണം എനിക്കറിയാം ഞാൻ ടെൻഷനായി കഴിഞ്ഞാൽ ഇവരും ടെൻഷനാവും എന്നുള്ളത്. അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷെ അച്ഛനെ മനസ്സിലാവും, കാരണം ഞാൻ ടെൻഷൻ കൂടി കഴിയുമ്പോൾ റൂമിൽ കയറി ഇരിക്കുകയാണെങ്കിൽ അച്ഛനെ മനസ്സിലാവും ഓക്കെ എന്തോ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ തന്നെ മാക്സിമം തീർത്ത് പോവുകയാണ് ചെയ്യാറ്. ഞാൻ അധികം അങ്ങനെ ഇവരെ ടെൻഷനാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ അങ്ങനെ പറയാറില്ല. പ്രശ്നങ്ങളൊന്നും, സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ തന്നെ അത് ഡീൽ ചെയ്ത് സെറ്റാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതുവരെയുള്ള ജേർണി. അമ്മയുടെ ഫാമിലിയിൽ എനിക്ക് 10 കസിൻസ് ഉണ്ട്. അച്ഛൻ്റെ ഫാമിലിയിൽ 10-25 കസിൻസ് ഉണ്ട്. കസിൻസ് ആരും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവൻ എന്തോ എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചാടിക്കയറിയതാണ്, ഞങ്ങൾ വിളിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഒരുപാട് കസിൻസ് ഉണ്ട് എനിക്ക്. എല്ലാവരും എൻ്റെ വാലുകളാണ്. എല്ലാം എന്താ പറയുക, എൻ്റെ എല്ലാ പൊട്ടങ്ങളിലേക്കും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാരെ കുറിച്ച് പറയാനും ചെയ്യാനെല്ലാം ഉണ്ട്. പക്ഷേ അതുപോലെ ഈ സമയത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സിൽ അബു, ഡുണ്ടു, ശ്രീകുട്ടി, ഷിംന, അതുപോലെ പ്രിയ ചേച്ചി, ജുദ, മിർസ, പിന്നെ ആരാണ്, ഷാനിബ, സൗമ്യ, പിന്നെ ആരാ, പിന്നെ അരുൺ ചേട്ടൻ, ബെൻ ചേട്ടൻ, പിന്നെ കാക്കു, ആൻ മേരി ചേച്ചി, ഹംനത്ത,
പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. ഞാൻ ആരെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ കുറേ എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ വളരെ ലേറ്റായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും അവരെല്ലാവരെയും ബ്ലെസ്സിങ് എനിക്ക് ഉണ്ടാവും എന്നുള്ളതും അല്ലെങ്കിൽ എൻ്റെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു നിമിഷം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയല്ലേ സക്സസ്, ഇനി എന്ത് ഇതിൽ ഫുള്ള് സക്സസ്? അതെല്ലാം സർപ്രൈസാണ്. കുറേ കാര്യങ്ങളുണ്ട്. ചിലത് പേഴ്സണലാണ്, ചിലത് പിന്നെ ഇതുപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഒത്തിരി സ്ട്രഗിളിൻ്റെയും കാര്യങ്ങളെയും കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരും ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെയും പല രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും. നമ്മൾ കൂടുതൽ കഷ്ടപ്പെട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഒത്തിരി ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അത് കാരണം ഒറ്റ ഷോട്ടിൽ ഞാൻ എല്ലാവരെയും കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പം ഇനി എന്തൊക്കെയാ ഉള്ളത്? ഇനി കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോ ഒരു ഗെയിം നമ്മുടെ ഡിസൈനേഴ്സ് കുട്ടികൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒന്ന് കറങ്ങാൻ വന്നതാ. അസ്ലാമില്ലേ, അത് ഞാൻ വ്ളോഗ് കണ്ടിരുന്നു. അപ്പോ നിങ്ങള് ഇഷ്ടപ്പായിപ്പോയി. അപ്പൊ ഞാൻ നോക്കിയിരുന്നു. ഭയങ്കര സന്തോഷം. ഇതായിട്ട് നിങ്ങളാണ്. പൊടി എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ആക്ച്വലി അവിടെ കൊണ്ടുപോകാനായിട്ട് കാണിക്കണം. എടി എങ്ങനെയാന്ന് വെച്ചാൽ വാ കൊണ്ട് പറയാൻ പാടില്ല. അത് നമ്മൾ ആക്റ്റീവ് കാണിക്കണം. ഇത് വ്യക്തിയല്ല, അത്രേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള ചെയ്യും. ഒരു ചോദ്യം ചോദിക്കും, ബാക്കിയുള്ളത് അഭിനയിച്ച് കാണിക്കണം. മെയിൽ ആണോ അതെ ഫീമെയിൽ ആണോ? അല്ല, ഔട്ട് 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 പറഞ്ഞ ഔട്ട് ഔട്ട്. ഓക്കെ, ഫീമെയിൽ. ഓക്കെ, ഫീമെയിൽ. ഓക്കെ, പറയരുത്. ഇനി നീ അഭിനയിച്ച് കാണിക്കുക. ആളുടെ മാനറിസം എന്താന്ന് വെച്ചാൽ കാണിക്കുക. എന്ന് വെച്ചാ എന്റെ എക്സ് ഞാൻ ഇനോഗ്രേഷന് പോയ സ്ഥലം. ഞാൻ പറയട്ടെ, ഒരു വലിയ അതല്ല ഞാൻ പറയാം. ആ ഇനോഗ്രേഷൻ ഒരുമിച്ച് ചെയ്തൊരു കുട്ടിയാണ്, റോസപ്പ് കൊടുത്തൊരു കുട്ടിയാണ്, കേരളത്തിൽ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള പേരിൽ റോസ് ഉള്ള ഹണി റോസ്. ഞാൻ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടൻ തോക്കും. ക്യാമറയിൽ കാണിച്ചെടുക്കൂ. ഓക്കെ, കാണിക്കാണേ. ഓക്കെ, ഓ
കിട്ടി. ഒരു വട്ടം ഉത്തരം പറയാൻ പാടും. ഷാറുഖ് ഖാൻ. അച്ഛൻ കാണിക്കണല്ലേ അമ്മ അച്ഛനെ കാണിക്കണം. അച്ഛനെ അഭിനയിച്ചു അമ്മ ചോദിച്ചിരിക്കും. ഇല്ല ഇല്ല, അമ്മ ഇപ്പൊ ഫസ്റ്റ് പറയും. അച്ഛൻ കാണിച്ചു വെച്ചാ അല്ലല്ല, കാണിക്കും കാണിക്കും. അച്ഛൻ കാണിക്കും. ഫസ്റ്റ് അമ്മ പറയണം. ആലോചിച്ച ഒറ്റ ഉത്തരം പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ല. കേട്ടില്ല, അമ്മ കേട്ടില്ല, അമ്മ കേട്ടില്ല, അമ്മ കേട്ടില്ല, അമ്മ കേട്ടില്ല, അമ്മ കേട്ടില്ല. റോബിൻ ചേട്ടൻ അമ്മയുടെ വലം കൈയാണ്. അമ്മയ്ക്ക് ഒറ്റ കൊടുത്തു, അമ്മയുടെ ചേട്ടന് പോയി പറഞ്ഞു കൊടുത്തു. അമ്മ കേട്ടില്ല, അമ്മ കേട്ടില്ല, അമ്മ കേട്ടില്ല. റോബിൻ ചേട്ടൻ കൊടുത്താൽ ശരിയല്ല, അപ്പുറത്തേക്ക് വരും. അല്ല, അച്ഛൻ കാണിച്ചാ മതി. ആളിനെ കാണിച്ചാ മതി. പറഞ്ഞോ. അമ്മ തോക്കെന്ന് പറഞ്ഞ ആള്, അമ്മ തോക്കെന്ന് പറഞ്ഞ ആള് അമ്മ ജയിച്ചാണ്ടില്ലേ? സിമ്പിളാക്കിയാണ് കുറച്ച് കുഴപ്പമാണെന്ന് വിചാരിച്ചതല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു അറിയാം. ഞാൻ പറയില്ല. ഓക്കെ ഓക്കെ, കാണിച്ചോ കാണിച്ചോ. ചുമ്മാ കാണിച്ചോ. അതിന് ചുമ്മാ കാണിച്ചോ. അത് പറഞ്ഞു പറഞ്ഞു. പൊളിച്ച് 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 പൊളിച്ച്. ഞാൻ ഇതാണ് വിചാരിച്ചു. അമ്മ ഇതന്നെ കാണിച്ചു. അത് പൊളിച്ച്. ഞാൻ ഷിഫ്റ്റ് സാധനം വിചാരിച്ചു. അമ്മ ഷിഫ്റ്റ് കാണിച്ചു. ആണാണോ പെണ്ണാണോ? ആണ്. ഇനി എന്തെങ്കിലും മാനറിസം കാണിച്ചോ. എന്തെങ്കിലും ഓക്കെ. ഒരു കാര്യം കൂടെ ചോദിക്കാമല്ലോ. അതെങ്ങനെയാന്ന് വെച്ചാൽ ആക്ട് ചെയ്യട്ടെ. മീഡിയ സിനിമ ഫീൽഡിലുള്ളതാണോ? ഓക്കെ, ഇനി ആക്ട് ചെയ്തു. ഇതാണോ ഇപ്പൊ കാണിച്ചാണോ? എന്തത്? ജഗതി. പച്ചവെള്ളം മാസി. അമട്ടടി. ഓക്കെ, നീ പറയണ്ട, ഞാൻ പറയാം. ഞാൻ ഒരു കാണിച്ചു തരാം. അത് വെച്ചിട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നോക്ക്. ആണോ പെണ്ണാണോ? ഇതാണോ പെണ്ണ്? അഭിനയിക്കാൻ പോണാരാ? നീ പറഞ്ഞോ. ഈസിയാ പറയണം. പക്ഷെ നീ അഭിനയിച്ചാണ്. വാ തുറന്ന ശിക്ഷയാണ്. വാ തുറന്ന ശിക്ഷയാണ്. സിനിമ ഉണ്ടല്ലേ? ഇനിയിപ്പോ എല്ലാം ഇങ്ങനെ പറയാൻ പറ്റില്ല. അറിയത്തില്ല, അറിയില്ല. ഇതെന്താ പറഞ്ഞു കൊടുക്കുന്ന? ഉണ്ട് ഇല്ലെന്നൊക്കെ. ഒരു പ്രാവശ്യം വാ തുറന്ന അപ്പോഴേ പണിഷ്മെന്റ് ആണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ബ്രോ ബ്രോ ബ്രോ, ഒരു പ്രാവശ്യം തുറന്ന വാ തുറന്ന അപ്പോഴേ സൗണ്ട് വന്ന അപ്പോഴേ പണിഷ്മെന്റ് ഉണ്ടല്ലേ? പഴയ മുന്നത്തെ ആളാണ്. ഒരാളെ പ്രശ്നം തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല.
പിണറായി വിജയൻ തെറ്റായിട്ട് പറഞ്ഞു. ഇനി ഒറ്റയടി കാണിക്കാം. ഓക്കെ തീർന്നു. ഓക്കെ അതെ നമുക്ക് ശിക്ഷ നമ്മൾ ചാടിയിട്ട് വരൂ. ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. പുഷപ്പൊക്കെ മതിയാ. അത് നിന്നെയാണോ കാണിക്കണത്? ഓക്കെ ഓക്കെ നീല അഭിനയിച്ച് കാണിക്കണം. വാങ്ങി വന്ന അവിടെ പണിഷ്മെന്റ് ആണ്. വാ തുറക്കില്ല കേട്ടോ. അല്ല ഇനി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. പഴയകാല നടികളാണ് ഒരു മീഡിയം. എന്തോ ഇനി ഒരു പ്രാവശ്യം കൂടെയാണെങ്കിൽ പണിഷ്മെന്റ് ആണ്. എല്ലെങ്കിലും പറഞ്ഞിരിക്കാൻ പാടില്ല. അഭിനയിച്ച് കാണിക്കണം. കളി കൊണ്ടുവന്നാണ് കളി മറന്നുപോയി. ഓക്കെ അതായത് മീഡിയം ലെവൽ. അത് അച്ഛൻ്റെ ഒരു പ്രായ കാലഘട്ടമാണ്. ഗോപിൻ ചേട്ടൻ്റെയാണ് ഇപ്പോഴത്തെ. ആ പറഞ്ഞു വാ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ. ഇനി ഒരു പ്രാവശ്യം ലാസ്റ്റ് ആണ്. അതെ പേര് പറഞ്ഞു. കറക്റ്റ് ആണ്. പേര് പറഞ്ഞു അത് തന്നെ പറഞ്ഞോ. അല്ല പേര് പറഞ്ഞോ. മമ്മൂക്കയുടെ സിനിമയിലുള്ള ആള്. ഡാൻസ് പൊടിയും പുള്ളിക്കാരി വന്നോ. ഓക്കെ ആരാണ് ആരാ അഭിനയിക്കാൻ പോണ? ആരാ? നീ അഭിനയിക്കൂലേ? ഓക്കെ കാണിക്കട്ടെ. ഇത് ആരാന്ന് ടാക്ടിക്സ് ആക്കൂടാന്ന് പറഞ്ഞ പേര് പറയാൻ പോകും. ആളെ മനസ്സിലായല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. പറയാൻ പാടില്ലല്ലോ, പക്ഷെ ഫേമസ് ആണോ? അങ്ങനെയാണല്ലോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ അറിയത്തില്ല. അപ്പം സ്വന്തമായിട്ട് എന്തെന്ന് പറഞ്ഞ അഭിനയിക്കും. തോൽവി സംഭവിച്ചു. ശിക്ഷ അല്ല നീ എന്നെ കാണിച്ചു കൊടുക്കാത്തത്. ഇല്ല പറ്റില്ല. ശിക്ഷ ഒരേ ചാൻസും കൂടാ. ചെവി പറഞ്ഞത് നമുക്കിട്ട് പണിയരാൻ വന്ന രണ്ടുപേരാ. ഇപ്പൊ ശരി ചെമ്മീൻ തീർന്നു. ചെമ്മീൻ അവിടെ എത്തിയെന്ന്. ചെമ്മീൻ പറയാൻ പാടില്ല. ഇവിടെ ചെമ്മീൻ പറയാൻ പാടില്ല. ശീല പറഞ്ഞു തീർന്നു തന്നെ. ഷീല കാണുന്നുണ്ട്. ഷീല എന്ന് പറഞ്ഞു ആളെ ഞാൻ ഇനി കാണിച്ചു തരാം. ഫിലോമിനെ അറിയില്ലേ? പറയാൻ പാടില്ല. ആറ് കളി നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. പറയുന്നതല്ല കൊടുക്കേണ്ടത്. ഓക്കെ വന്നോ. അപ്പൊ ശിക്ഷ അതൊക്കെ പോട്ടെ. ശിക്ഷ അതല്ല
ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ശിക്ഷ. അതിവിടെ അതിപ്പോ എല്ലാവരും അറിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു, പുള്ളിക്കാരിയെ ഇങ്ങനെ എടുത്തോണ്ട് ഒരു 5 സെക്കൻഡ് ശിക്ഷ ചെയ്യണോ? എടുത്തോ പൊക്കിക്കോ. എന്താ അല്ലല്ല തവള ചാടി നീ അത് പൊക്കിക്കോ. നമ്മൾ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. പൊക്കിക്കോ, അതിനെ പൊക്കിക്കോ. ഓക്കെ ഞാൻ മാക്സിമം ഫിഷ് ഇട്ട് ഫ്രീ കാണിക്കാൻ നോക്കി. ഹായ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അവസാനിക്കുകയാണ്. ആക്ച്വലി കുറേയും കൂടി ഗെയിം സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും റൊമാൻറ്റിക് ഡാൻസ് ഉണ്ടായിരുന്നു, എൻ്റെ റോബിൻ ചാണ്ടിയും ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്തി ആയി. അത് കാരണം കൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ഇനിയും വരുമല്ലോ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും കൂടി ഞാൻ ആഡ് ചെയ്യണതായിരിക്കും. ഇന്നത്തെ ദിവസം 6th ആനിവേഴ്സറി നല്ല രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.